ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ഗോഡ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുമ്പം കർത്താവിന് ജീസസ് ഇഗ്നേഷ്യസ് എന്നൊരു പേരുണ്ട് യേശുവിന്. ഇഗ്നേഷ്യസ് മീൻസ് തീ, അഗ്നിയാണത്. അത് നമ്മൾ യെശയ്യാവിന് 6-ാം അധ്യായത്തിൽ, വെളിപ്പാടിൽ, ജെറമ്യായിലൊക്കെ നമ്മൾ ദൈവത്തെ തീഗോളം പോലെ കത്തിജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ നോക്കും. അപ്പോൾ ദൈവം സത്യത്തിൽ കൺസ്യൂമിങ് ഫയർ തന്നെയാണ് കർത്താവിനോട്. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ 6 പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ സാറാഫുകളും കേറുബുകളും അവർ 6 ചിറകുകൾ വെച്ചിട്ട് 2 കൊണ്ട് കാലും മറച്ച് 2 കൊണ്ട് മുഖം മറച്ച് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ചുറ്റും ഒരു സ്പേസ് ഇട്ടിട്ടാണ് പറക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്ക ചെനക്കത്തില്ല. അത് നമ്മൾ സൂര്യൻ്റെ അടുക്കലോട്ട് നമ്മൾ പോയാൽ കരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് അനേക സൂര്യൻ ഒന്നിച്ച് കത്തി നിൽക്കുന്ന പോലെയാണ് നമ്മൾ പിതാവിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പിതാവിൻ്റെ മുഖം ആരും കാണുന്നില്ല. പിതാവ് തീജ്വാലയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തീയാകുന്ന ദൈവത്തോട് എങ്ങനെ അടുക്കും? അതുകൊണ്ടാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം ദൈവത്തിൻ്റെ അടുക്കലാരോ നമ്മൾ ഈ പഴയ നിയമം പഠിക്കുന്നതിനകത്തുണ്ട്, സീനായ് മലയുടെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിടുന്നതിന് മുമ്പ് മോശയോട് പറഞ്ഞു, ഞാൻ സീനായ് മലയുടെ മുകളിലേക്ക് നീ കടന്നു വരണം, നീ മാത്രമേ കടന്നു വരാവൂ. അതിൻ്റെ സീനായ് പർവ്വതത്തിൻ്റെ ആ മലയുടെ ചുറ്റും ഒരു സ്ഥലം പോലും അത് വേലി കെട്ടിയ പോലെ തോന്നിക്കണം. അതിനകത്ത് ഒരു മൃഗം പോലും തൊട്ടുപോയേക്കല്ല, തൊട്ടാൽ കരിഞ്ഞു പോകും. ഇന്നും ഹിസ്റ്റോറിക്കലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മലയുടെ മുകളിൽ കരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെയൊന്നും ഒരു ഫലഭീഷ്ടിയും ഉണ്ടായിട്ടില്ല. ദൈവം കരിച്ചാൽ കരിച്ചതാണ്. ദൈവം മോശയെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിച്ചു. അപ്പം ദൈവത്തിന് തീജ്വാലയ്ക്കകത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിയും. മോശ കണ്ട മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരുന്നു, അതിനകത്ത് ദൈവത്തെ കാണും, ദൈവശബ്ദം കേൾക്കുന്നു. മോശ അകത്തോട് കയറി ചെല്ലുമ്പോൾ ആ തീ മോശയെ കൊന്നില്ല. അപ്പോൾ തീ കത്തിച്ച് കളയുന്നതും ദൈവമക്കളെ തീ കത്തിച്ച് ജീവിപ്പിക്കുന്നതും നമുക്ക് തീയായിട്ട് കാണും. അപ്പം തീയെക്കുറിച്ച് നമ്മൾ അറിയണം. ദൈവം തീയാണ്, അഗ്നിയാണ്. അതുകൊണ്ടാണ് അന്യ അഗ്നി കൊണ്ടുവരുന്നതിനെ ദൈവം വെറുക്കുന്നു. നമ്മൾ ഈ യാഗപീഠത്തിന്മേൽ പഴയ നിയമത്തിലൊക്കെ ഏലിയാവൊക്കെ പ്രാർത്ഥന യാഗവസ്തുവിൻ്റെ മേൽ തന്നെ കൊണ്ട് മെഴുകുതിരിയോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയൊന്നും അല്ലായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വരുമായിരുന്നു. അതാണ് ഏലിയ പ്രവാചകൻ്റെ മുമ്പിൽ ബാൽ വിഗ്രഹങ്ങളെ വെച്ച് അവർ കാളകളെ അറുത്ത് വെച്ചിട്ട് അവർ കിടന്നുകൊണ്ട് രാവിലെ തൊട്ട് ഉച്ചവരെയും ബഹളം വെച്ചപ്പം ഏലിയ അവരെ കളിയാക്കുന്നുണ്ട്. നിങ്ങളുടെ ദേവന്മാരെന്നാ ഉച്ചയ്ക്ക് ഭക്ഷണം പോയതാണ്, പുറത്തേക്ക് പോയതാണെന്നൊക്കെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഏലിയ പ്രവാചകൻ വന്നു വെച്ച് ഒരൊറ്റ വിളി, ദൈവമേ നീ ജീവനുള്ള ദൈവമാവുന്നു, ഞാൻ നിന്നെ നിന്നെ സേവ ചെയ്യുന്നു എന്നറിയിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കെ എന്ന് പറഞ്ഞപ്പോൾ അഗ്നി ഇറങ്ങുക തന്നെയല്ല, യാഗവസ്തു യാഗപീഠത്തിന് ചുറ്റുമുണ്ടായിരുന്ന വെള്ളം പോലും കത്തിപ്പോയി എന്ന് വേദപുസ്തകത്തിൽ എഴുതി. അപ്പം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ദഹിപ്പിക്കുന്ന അഗ്നിയെ നമ്മൾ സ്നേഹപൂർവ്വം കാണുന്നത് യേശുവിൽ കൂടെയാണെന്ന് ഓർക്കണം. യേശുവിന് ദഹിപ്പിക്കുന്ന അഗ്നി അല്ല, ദഹിപ്പിക്കുന്നതായ ഒരു പിതാവിൻ്റെ ഒരു സ്വഭാവം ഒരു സൈഡിൽ ഉണ്ട് എങ്കിലും ദൈവം കരുണയും കൃപയുമാണ് പുതിയ നിയമത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു വിൻഡോസ് ടൈമാണ്, ഒരു സ്പേസാണ്. ഇതിനകത്ത് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നില്ലെങ്കിൽ നഷ്ടം. ഹേ മനുഷ്യ, നിൻ്റെ ജീവൻ വെറുതെ പോയി എന്ന് ദൈവം തന്നെ പറയും. അത് നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ നമ്മുടെ അറിയാവുന്നവർക്കോ ആർക്കും വരാതിരിക്കുക. ആവർത്തന പുസ്തകം 4:24 പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. ദഹിപ്പിക്കുക എന്ന് പറയുമ്പം ഒന്ന് ചുട്ട് കരിച്ച് കളയും അഴുക്കനെ, അതുപോലെ തന്നെ തീഷ്ണമായി ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമുക്ക് ആ അഗ്നി വേണം. കർത്താവേ, എന്നെ തീഷ്ണമായിട്ടൊന്ന് ജീവിക്കണം. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. ദൈവത്തിന് 2 പേരെ ഒന്നും ആവശ്യമില്ല, ഒരാൾ മതി. ഒറ്റയാൾ മതി 100% ദൈവത്തിന് വേണ്ടി നിൽക്കാമെങ്കിൽ. ഒരു മോശ മതിയായിരുന്നു, ഒരു ദാനിയേൽ മതിയായിരുന്നു, ഒരു ജോഷുവ മതിയായിരുന്നു. പിതാവാം ദൈവത്തിന് ഒരു യേശു മതിയായിരുന്നു. പിന്നെ യേശു വന്നു കഴിഞ്ഞാണ് 12 ശിഷ്യന്മാരെയും 70 പേരെയൊക്കെ തിരഞ്ഞെടുത്ത് നാനാജാതികളുടെ ഇടയ്ക്ക് ദൈവം തൻ്റെ മക്കളാക്കാൻ നമുക്ക് പദവി ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്?
സങ്കീർത്തനം 104:4 അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും. കാറ്റ് തൻ്റെ ദൂതനാണ്. അപ്പോൾ അവർക്ക് ജീവനുണ്ടല്ലോ. ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും അതാതിൻ്റെതായിട്ടുള്ള ജീവനുണ്ട്, നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കിയിരിക്കുന്നു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത് അഗ്നിജ്വാലയാണ്. നമ്മൾ സത്യദൈവത്തെ വിളിക്കുന്നവർക്കെതിരായിട്ട് പറയുകയോ ചിന്തിക്കുകയോ വല്ലതും ചെയ്താൽ ദൈവം അഗ്നി ഇറക്കും. അതൊക്കെ ഭയാനകമായ സത്യങ്ങളാണ്. അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല, അവൻ അഗ്നിക്ക് ഇരയായി പോകും. ആരെയായി വിളിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചു, ഒരു അച്ഛനോട് സംസാരിച്ചു ഞാൻ. അദ്ദേഹം പറയായിരുന്നു, ദൈവമക്കൾക്കെതിരായിട്ട് നിന്നവരുടെ മേൽ കരിയില കത്തിച്ചപ്പോൾ മുഖത്ത് തീ കയറി അയാളുടെ മുഖം മുഴുവൻ വെന്തുപോയെന്ന്. ആരായത്? നമ്മൾ ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്? ചിലർ ബലഹീനർ കാണും എന്നും പറഞ്ഞ് എല്ലാവരും ഒറ്റയടിക്ക് ചീത്തയായിട്ട് ചിത്രീകരിക്കുന്ന പല പ്രവണതകളും കാണുന്നത് പിശാചിൻ്റെ തന്ത്രം. അതൊന്നും ശരിയല്ല, ദൈവത്തിന് ചേർന്നല്ല. എന്ത് ദൈവകോപം വാരിക്കൂട്ടി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൊണ്ട്. ദൈവം ഒന്ന് കരുണ തോന്നി ഇവർക്കൊക്കെ നല്ല ബുദ്ധി ഇട്ട് കൊടുക്കട്ടെ. ടവർ ഓഫ് ബാബേൽ, അതായത് നമ്മൾ ഈ ബാബേൽ ടവർ നോക്കുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ചെയ്യുന്നു. അവർ സ്വർഗത്തോളം എത്തുന്ന ഒരു ടവർ ഉണ്ടാക്കണമെന്ന്, ഒരു വലിയ സ്തൂപം പോലെ ഒരെണ്ണം മുകളിലോട്ടുണ്ടാക്കുക. ദൈവം വന്ന് നോക്കുന്നുണ്ട്, പറയുന്നു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ചെയ്യുമെന്ന്. ഈ ബാബേൽ ടവർ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നിട്ട് ഭാഷ കലക്കുകയായിരുന്നു. കാരണം അതായത് ദേ വെർ ഹാവിങ് ദ റോങ് മോട്ടീവ്. ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ ദൈവത്തെക്കാട്ടിൽ വലുതാകണം എന്നുള്ള ചിന്തയിൽ ചെയ്തതുകൊണ്ടാണ് അത് കലക്കിയത്. അത് ലൂസിഫറാണ്. അപ്പോൾ ഉപദേശങ്ങൾ ഈ ടവർ ഉണ്ടാക്കാനും മഹദിയാം ബാബിലോണും ഒക്കെ ഉണ്ടാക്കുന്നതിന് പിശാച് ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഭൂമിയിൽ നടക്കുന്നത് ദുഷ്ടപിശാചിൻ്റെ ഉപദേശത്തിലും ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് എല്ലാം കണ്ടിട്ട് കണ്ണടച്ച് നമ്മൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ആണെന്ന് വിശ്വസിക്കില്ല. ആ കാലമൊക്കെ പോയി. എല്ലാം ടെസ്റ്റ് ചെയ്ത് ദൈവത്തോടൊന്നും കൂടെ എടുത്ത് ചാടുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്പ സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. അല്പനേരം ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്ന് പറയാൻ. അപ്പം എന്നാൽ ഐക്യത എപ്പോഴാണ് ഉണ്ടായെന്ന് വെച്ചാൽ ബാബേൽ ടവറിൽ പൊളിച്ചതായിട്ടുള്ള ഭാഷ കലക്കി മനുഷ്യൻ പല ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി. ഭൂമിയുടെ പല ഭാഗത്തേക്ക് അവർ തിരിഞ്ഞുപോയി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായപ്പോൾ ഭാഷയ്ക്ക് ഐക്യത തിരിച്ചു കിട്ടി. ഈ ഭാഷ തിരിച്ചു കിട്ടുകയെന്ന് പറഞ്ഞാൽ മാനസികമായി ആത്മീയമായിട്ട് നമ്മൾ ഒന്നിച്ചാകുന്നതാണ്. അവിടെ ചിതറിപ്പോയ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അപ്പം നമ്മൾ ചിതറിക്കിടക്കുന്ന മനുഷ്യർ, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ടല്ലോ. ഈ എത്ര പേര്, 10 പേരുണ്ടെങ്കിൽ 2 പേരെങ്കിലും ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവുണ്ട്. ഇത് ഉലകസ്ഥാപനത്തിന് ദൈവം നിയോഗിച്ചല്ല, അത് നമ്മുടെ ഒന്നും എടുക്കല്ല. അപ്പോൾ ദൈവം നിയോഗിച്ചവർ അവിടെ ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്നിച്ചാക്കാൻ ദൈവത്തിന് അറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഭാഷ ഒന്നാക്കുന്നത്, ഭാഷ കലക്കിയ ഭാഷയെ ദൈവം വീണ്ടും ഐക്യത. അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഐക്യത വരുന്നത്. ഒന്നിച്ച് കൂട്ടായ്മയുടെ ബലം അതാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിടുന്ന വീട് മുഴുവനും നിറച്ചു. ഉണ്ട്, കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മുഴക്കം ഇറങ്ങി വന്നു. നമ്മളൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ ചിലപ്പം പറയും, കർത്താവേ നിൻ്റെ മഹാശക്തി ഒന്ന് ഇറക്കി കാണിക്കണേ. അത് ചോദിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും എൻ്റെയൊക്കെ ഡെയിലി ലൈഫിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നില്ല. ഇപ്പം ദൈവം ഇങ്ങോട്ട് ദൂതന്മാരെ അയച്ച് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഞാനീ പറഞ്ഞു കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും വിമലാൻ്റിക്കല്ലേ എളുപ്പം. നല്ല ഇത് യുദ്ധം ചെയ്ത് പയറ്റി വാങ്ങിച്ചിട്ടുള്ള, അതുകൊണ്ടാണ് പയറ്റി വാങ്ങിച്ചിട്ടുള്ളതാണ് നിങ്ങളോട് പറയാൻ ഒക്കുന്നത്. എൻ്റെ അമ്മ പറയുമായിരുന്നു പണത്തിൻ്റെ കാര്യത്തിലൊക്കെ. അമ്മ പറയും, അത് വളരെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്. അമ്മ പറയും, വല്ലവരുടെയും മുമ്പിൽ നീ കൈ നീട്ടിയാൽ അവരൊരു 100 രൂപ അല്ലെ 1000 രൂപ തന്നിരിക്കും. അത് അവനെന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനാ തന്നതെന്ന്. എന്നാൽ പിന്നെ ആ സമയം ദൈവത്തിന് മുമ്പിൽ പോയി നിന്ന്
അവൻ സ്വർഗഭണ്ഡാരം തുറന്ന് ചോദിക്കുന്നതിലധികം തരും, ഒരിക്കലും തന്നെന്ന് പറയത്തുമില്ല, പേടിപ്പിക്കത്തുമില്ല. ആ ദൈവത്തെ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? നമുക്ക് അവനെ തന്നെ വിളിച്ചുകൂടാം. എന്നാണ്ട് ഇവരൊന്നിച്ചു കൂടിയിരുന്നു. അവരൊന്നിച്ച് ആകാശത്തിന് യുദ്ധം ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിടത്ത് വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേലും അത് പതിഞ്ഞു. അഗ്നിജ്വാല പതിയട്ടെ, അനേക മക്കളുടെ മേൽ ഇത് പതിയട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പറഞ്ഞ് 3000 പേർ ഒന്നിച്ച് ഏക മനസ്സോടെ യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നും ആ ഏക മനസ്സുണ്ടായിട്ടില്ല. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് അപ്പച്ച. ബാബേൽ ടവർ ഓഫ് ബാബേലിൽ വെച്ച് നീ മനുഷ്യൻ റോങ് മോട്ടീവ്, തെറ്റായ കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയപ്പോൾ അവിടുന്ന് അത് കലക്കിക്കളഞ്ഞു. അത് ഇന്നിപ്പം മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും തെറ്റായ മോട്ടീവിൽ നീങ്ങുന്ന ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ല എന്ന് അപ്പച്ചൻ പറയല്ലേ അപ്പച്ച? ഇളക്കേണ്ടിയ സമയത്ത് ഇളക്കാൻ, മൂട് വെച്ച് ഇളക്കാൻ അപ്പച്ചനറിയാം. ദുഷ്ടനെ അങ്ങനെ, മർത്യനെ അങ്ങനെ പ്രബലനാക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിനെതിരായിട്ട് ദൈവം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായമായപ്പം സ്വർഗത്തിൽ നിന്ന് വലിയൊരു മുഴക്കം വരട്ടെ, കാറ്റടിക്കുന്ന പോലെ പരിശുദ്ധാത്മാ ഇറങ്ങി വന്നിട്ട് ആ ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ അവരുടെ മേൽ ഐക്യത്തിൻ്റെ ആത്മാവ് ഇട്ടെടുത്തതുപോലെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, ഞങ്ങൾ കുടുംബമായിട്ട് നിൽക്കുവാൻ, ഗണമായിട്ട് നിൽക്കുവാൻ, നോഹയുടെ കാലത്ത് പെട്ടകത്തിനകത്ത് ഈരണ്ടായിട്ട് കയറി വന്നതുപോലെ മാറി നിൽക്കുന്നവരെല്ലാം ഒന്നിച്ച് വന്ന് പെട്ടകത്തിനകത്ത് കയറട്ടെ. മാറി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും മക്കളും മാറി നിൽക്കുന്നവർ ഒന്നിച്ച് കടന്നുവാ. കൊച്ചുമക്കളെ ദുഷ്ടശക്തി കൈപിടിച്ച് വെച്ചിരിക്കുന്നവൻ്റെ തല വെട്ടിമാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർഡർ അയക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രധാന ദൂതനെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്തു. അനേക മക്കൾക്ക്, അനേക കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകുന്ന ഒരു ദിവസമാക്കി ഇത് പ്രഖ്യാപിക്കുക. നാഥൻ അത് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. നാഥൻ്റെ അഗ്നിജ്വാല പോലുള്ള, ജീസസ് ഇഗ്നേഷ്യസ് പോലെ, യെശയ്യാ 10 പറയുന്നല്ലോ, അപ്പച്ചൻ ഒരു തീജ്വാലയായിട്ട് കടന്നു വന്നു. മുള്ളുംപറക്കാരെയും കത്തിച്ചു കളഞ്ഞ്, ചങ്ങലകൾ കരിച്ചു കളഞ്ഞ്, വെന്തുരുക്കിക്കളഞ്ഞ് ഞങ്ങളുടെ തലമുറകളെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ സീൽ ചെയ്തിരിക്കുന്നു. അവിടുന്ന് അത് ചെയ്തതിനാൽ നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.